എന്തോ സിറ്റുവേഷൻ ചെറിയ ട്രിഗറിങ് ഉണ്ടായെന്ന് പറഞ്ഞു. കിച്ചു എന്താടാ വണ്ടി ഹലോ ഹലോ ബ്രോ അല്ലേ ആദ്യം ടീച്ചറിന്റെ കാര്യം പറഞ്ഞേ. എടാ നീയെ ആദ്യം പറഞ്ഞേ. ഞാൻ ആദ്യം ചോദിച്ചു പേരെന്താണ് അല്ലേ പണ്ടത്തെ ബ്രോക്കറാണെന്നല്ലേ ചോദിച്ചോളൂ. വേറെ എന്താ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ അടുത്ത്? നീ അവിടെ ഒന്ന് അമ്പയർ ചെയ്യല്ലോ. ഒരു മിനിറ്റ് പണ്ടുള്ള ബ്രോക്കറാണോ ചോദിച്ചു? ഞാൻ എന്താ പറയണ്ടേ? എനിക്കറിയോ നിന്നെ മുമ്പേ? എനിക്കറിയത്തില്ല നിന്നെ. ആ അപ്പൊ പിന്നെ നീ ടീച്ചറിന്റെ കാര്യം എങ്ങനെ പറഞ്ഞു? അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യം ചോദിക്കേണ്ട കാര്യമുള്ളൂ. ചോദിച്ചെന്തേ അല്ലല്ല ഒരു മിനിറ്റ് ബ്രോ ഒരു മിനിറ്റ്. അല്ലല്ല ഫസ്റ്റ് ഇവൻ വന്നിട്ട് ഷോളിട്ട് നമ്മളെ കോഴി എടുത്തോണ്ട് പോയി അവിടെ കിടത്തിയായിരുന്നു ഒരാളെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ താങ്ക് യു ഫോർ ദ കൈൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു. അത് വിട്ട് അപ്പൊ ഈ ലോല വന്നിട്ട് എന്റെ അടുത്തൊന്ന് ചോദിച്ച് എന്തുവാ ബ്രോ ബ്രോക്കറാണോ പണ്ടുണ്ടായിരുന്ന ബ്രോക്കറാണോ? അപ്പൊ ഞാൻ പറഞ്ഞു അല്ലല്ല ഒരു മിനിറ്റ് മനസ്സിലായി ബ്രോ മനസ്സിലായി. ആ ബ്രോ മനസ്സിലായി. ബ്രോയുടെ ബോഡി കാടിനകത്ത് കിടക്കുവായിരുന്നാണ് അവര് പറഞ്ഞത്. ആ അത് മനസ്സിലായി ബ്രോ. അല്ല ആ ഓക്കെ അത് വിട്ടു ബ്രോ. അത് വിട്ടിട്ട് ഈ ലോലം വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് പണ്ടുണ്ടായിരുന്ന ബ്രോക്കനാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എടാ ഒരു മിനിറ്റ് നീ സംസാരിക്കില്ലേ? വെയിറ്റ് സംസാരിക്കില്ലേ? അപ്പൊ എന്റെ അടുത്ത് ആ സംസാരിക്കില്ലേ? നീ ഇതിനിടയിൽ സംസാരിക്കുന്നേ. അപ്പൊ പണ്ടുണ്ടായിരുന്ന ബ്രോക്കനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അറിയത്തില്ല ബ്രോ പണ്ടുണ്ടായിരുന്ന ബ്രോക്കനാണോ അറിയത്തില്ലെന്നേ പറഞ്ഞോളൂ. അപ്പൊ അവൻ പറഞ്ഞ് പണ്ട് ടി ജി അടി കൊണ്ടുകൊണ്ടിരുന്ന ബ്രോക്കനാണോ ചോദിച്ചു. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു നിന്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു അത് നീ ആദ്യം ടി ജിന്റെ കാര്യം പറഞ്ഞേ. നീ ടി ജിന്റെ കാര്യം നീ ആദ്യം പറഞ്ഞേ. നീയാ പറഞ്ഞേ മോനെ. നീയാണ് ആദ്യം പറഞ്ഞേ ടി ജിന്റെ കാര്യം. മനസ്സിലായോ? അതേപോലെ ഞാൻ ചോദിച്ചേ ബെല്ലാരി അടി കൊണ്ടിട്ടുണ്ടോന്ന് അത്ര ചോദിച്ചോളൂ ഞാൻ. അപ്പൊ നീ എന്നെ എപ്പോഴാ ഡീസൽ അടിച്ചേ? കരയുന്ന മുഖട്ടുണ്ടല്ലോ നീ കരയുന്ന മാസ്കിന്റെ മുഖട്ടുണ്ടല്ലോ കരയാതാ നീ വന്നോണ്ട് സത്യം പറഞ്ഞടാ. സോൾവ് ചെയ്യാൻ താല്പര്യമില്ല അവന് പോണേ. എടാ പോട്ടാ സിറ്റി കയറി വന്നേ. സിറ്റി കയറി നീ സിറ്റുവേഷനാ. സിറ്റി കയറി. എനിക്ക് സീനില്ല മനസ്സിലായ. അവനാ ലോലനാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇനി വാസണ്ണോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്നിട്ട് പുള്ളി
പുള്ളിനെ അഭിപ്രായം കൂടി ചോദിച്ചിട്ട് സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ബാഡ് ആവില്ലല്ലോ എന്നാണ് എന്റെ ചോദ്യം. മനസ്സിലായോ? ഇല്ലില്ല, എനിക്ക് പാടൊന്നുമില്ല. അവനെ കരഞ്ഞോട്ടുന്നു, ഞാനല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോ എന്താ ഇതിപ്പോ ഇവൻ പറയുന്നത് നിങ്ങളെ സൈഡിൽ നിന്നാണ് സത്യം പറഞ്ഞ സ്റ്റാർട്ടിങ് ഇനീഷ്യേറ്റ് ചെയ്തെന്നാ പറയണത്. അങ്ങനെ ഒരു സംഭവം പറഞ്ഞത് പണ്ടത്തെ ബ്രോക്കറാണെന്ന് പറഞ്ഞാൽ എന്ത് ഇനിഷ്യേറ്റിംഗ് ആണ്? പണ്ടത്തെ അല്ലല്ല, പണ്ടത്തെ പറഞ്ഞോളൂ. ഇവിടെ കിച്ചു നീ സംസാരിക്കണ്ട. അടിക്കല്ല, എന്താ ആരടിക്കുന്ന ആരാ പറഞ്ഞ അടിക്കാൻ ആരാ പറഞ്ഞ? എന്താ ചെയ്യേണ്ട വാക്കുണ്ട് നമുക്ക് ഇവര് സിറ്റുവേഷനിൽ ഇരുന്ന മെമ്പേഴ്സിന് സോൾവ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറയണം. ഞാൻ പിന്നെ നമ്മളെ സൈഡിലുള്ള മെമ്പേഴ്സിന് നമ്മളെ സൈഡിലുള്ള മെമ്പേഴ്സിന് ഇഷ്യൂ ഒന്നുമില്ല. നമുക്കിപ്പോ എനിക്ക് ഇഷ്ടമുണ്ട് ബ്രോ, എനിക്ക് ഇഷ്ടമുണ്ട്. എന്നാ പണ്ടേ പിള്ളേരിൽ അടിച്ചിട്ടില്ല. നമുക്കതൊരു സിറ്റുവേഷൻ എനിക്ക് ഇഷ്യൂണ്ട്. അല്ലപ്പോ പിന്നെ ബ്രോ ഇനിഷ്യൽ ആയിട്ട് തന്നെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യില്ല. രണ്ട് മെമ്പേഴ്സ് അവനും നിങ്ങളുടെ പീൻ കിച്ചോ ഭയങ്കര ട്രിഗേർഡ് ആയിട്ടിരിക്കണം. അവന് ഇത് സോൾവ് ചെയ്യാൻ താല്പര്യം നമുക്കറിയാം. അടിയായടാ TV വേഴ്സസ് സ്റ്റീവ് എംആർസെഡ് ഇവിടെ അടി പൊട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് കുറേ പേര് എംആർസെഡ് ടി വി ഇവിടെ ഷെയ്ക്ക് ഇവിടെ എംആർസെഡ് ബ്രോക്കൺ എംആർസെഡ് ഷെയ്ക്ക് ഇവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഇവിടെ എംആർസെഡ് ഈ ബാക്ക് സൈഡിൽ കുത്തിയിട്ടുണ്ട്. ഓക്കെ, ടി വി ഇവിടെ കുത്തിയിട്ടുണ്ട്. ടി വി ഈ സൈഡിലായിട്ട് കുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എംആർസെഡിൻ്റെ ഏരിയയിൽ ടി വി ഒരുപാട് പ്ലേയേഴ്സ് കുത്തിയിട്ടുണ്ട്. ഓക്കെ, ടി വി ജൂഡ് അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. അമ്പാൻ പ്രോ ആണ് ഡൗൺ ആക്കിയിട്ടുള്ളത്. അൻപാൻ പ്രോനെ ഡൗൺ ആക്കിയിട്ടുണ്ട് ജൂഡ് അവിടെ. ഇവിടെ ഷിബു, പിന്നെ റഷ്യൻ സ്പീഡോ, പിന്നെ കട്ടാന, ജുഗർ അവിടെ ഷിബുവിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ജൂഡ് അവിടെ അടുത്ത റഷ്യൻ സ്പീഡോനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. പിന്നെ കട്ടാന അവിടെ രായനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ജുഗർ അവിടെ മിന്നൽ മാക്കിനെ, കട്ടാന അവിടെ ജൂഡിന് എടുത്തിട്ടുണ്ട്. കട്ടാന 2 വിക്ക്. ഓക്കെ, എംആർസെഡ് ഇവിടെ കുത്തിയിട്ടുണ്ട്. എംആർസെഡ് ഇവിടെ അത്യാവശ്യം പ്ലേസ് കുത്തിയിട്ടുണ്ട്. മുച്ചിരി ഇവിടെ നിന്ന് അടിക്കുന്നുണ്ട്. മുച്ചിരി ചന്ദ്രൻ അടിക്കുന്നുണ്ട്. ലെക്സ് അവിടെ ചരൺ ഡിയാസിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. മെസ്ബോയ് അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. നീലൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, എംആർസെഡ് കിഡ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഇവിടെ മൾട്ടിപ്പിൾ ഏരിയസിലായിട്ടാണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. എംആർസെഡ് ബ്രൂസ് നല്ല രീതിയിൽ ടാഗഡാണ്. ഓക്കെ, ബ്രൂസ് ഡൗൺ ആയിട്ടുണ്ട്. ഡീമനാണ് ബ്രൂസിന് എടുത്തിരിക്കുന്നത്. ഇവിടെ ഏകദേശം എംആർസെഡ് ഇത് ഇവിടെ സെഡ്നസ്, അതുപോലെ തന്നെ ജിൻടക്കായി ഒക്കെ അടിച്ച് കയറുന്നുണ്ട്. ഇവിടെ ടി വി മോബി അവിടെ നിന്ന് വരുന്നുണ്ട്. മോബി ആൻഡ് സെഡ്നസ്. ഓക്കെ, മോബി മറ്റേ ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജുഗ്രു ഇവിടെ മറ്റേ മേലെ നിന്ന് അടിക്കുന്നുണ്ട്. ജുഗ്രു നല്ല രീതിക്ക് മേലെ നിന്ന് ഫയർ ചെയ്യുന്നുണ്ട്. ജിൻടക്കായിക്ക് നല്ല രീതിക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ജുഗ്രു ജിൻടക്കായി അവിടെ പിക്ക് എടുത്തു. മദാരനെ ഡൗൺ ആക്കി. ഓക്കെ, ജർമ്മൻ കണ്ണാപ്പി അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ലെക്സ് അവിടെ ഒരു പിക്ക്, സൈമാലിക്ക് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, 2-3 ഏരിയയിലായിട്ട് നല്ല രീതിക്ക് ഫയറിങ് നടന്നുണ്ട്. ജിൻസക്കായി ഡൗൺ ആയിട്ടുണ്ട്. അവിടെ വില്ലു ആണ് ജിൻസക്കായിനെ ഡൗൺ ആക്കിയിട്ടുള്ളത്. ഇവിടെ ക്വാർട്ടർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ എംആർസെഡ് റഷ്യൻ DNL, പിന്നെ ഇവിടെ നോക്കിയാൽ വേറെ 3 പേരുണ്ട്. പ്രണവ് സേട്ടാണ് അല്ല, സൈമാലിക്ക്, ജോക്കർ. ഓക്കെ, കിലുവ ജപ്പാൻ അവിടെ ചാപ്സിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ടി വി ഇറ്റാച്ചി അവിടെ റഷ്യൻ DNL ഡൗൺ ആക്കി. എംആർസെഡ് സൈമാലിക്ക് അവിടെ ഒരു പിക്ക് എടുത്തു. അപ്പൂട്ടൻ ഡൗൺ. ഇറ്റാച്ചി അടുത്തൊരു പിക്ക്. മെസ്ബോയ് ഗോക്കു അവിടെ ഒരു പിക്ക്.
പ്രണവ് സേട്ടൻ ഒരു പിക്ക് എടുത്തു. ജോസഫ് ഇവിടെ MRZ എനിക്ക് തോന്നുന്നു ക്വാർട്ടർ മാത്രമേ ഉള്ളൂ. MRZ ക്വാർട്ടർ ഒരു 1 വേ എടുത്ത് കളിക്കുന്നുണ്ട്. വെഹിക്കിൾ കവർ എടുത്ത് ക്വാർട്ടർ 1 ഒറ്റയ്ക്ക് ക്വാർട്ടർ ഡൗൺ. മെസ് ബോയ് ഗോക്കു ആണ് ക്വാർട്ടറിനോ. എടാ അണ്ണാണ് സെറ്റ് പട്ടി വേണമേ. ഐ തിങ്ക് MRZ ഓൾ ഡൗൺ ആയെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഓൾ ഡൗൺ ആണെന്നാണ് തോന്നുന്നത്. വെഹിക്കിൾസിൽ ആരും കാണുന്നില്ല. MRZ ഓൾ ഡൗൺ ആയെന്ന് തോന്നുന്നു. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ആ കത്തിപ്പോണതൊക്കെ നോക്കിയേക്കടാ. 14 പ്ലേയേഴ്സ് ഉണ്ട്. 14. കത്തിപ്പോയത് നോക്കിക്കോ. കത്തിക്കുന്നുണ്ട്. കട്ടാനോടല്ലേ തിരിച്ച് കയറുന്നുണ്ടോ നോക്കി കേട്ടോ. പ്ലേസിന് എല്ലായിടത്ത്. എടാ ഇവിടെ ഒരാൾ വന്നിട്ട് എല്ലാ ഏരിയസിലെയും സാന്റ നീ ഇവിടെ വന്നടാ. നീ ഹെൽപ്പിലാണോ? കുഴപ്പമില്ല. എക്സൽ നീ ഇവിടെ ഇല്ലേ? ജസ്റ്റ് ഒന്ന് എല്ലാ ഏരിയസും ഒന്ന് നോക്കിയേക്കട്ടാ. കുറച്ച് പേര് കത്തിപ്പോകുന്നുണ്ട്. ഒരാൾ കത്തിപ്പോയിട്ടുണ്ടോ? ജസ്റ്റ് നിന്റെയൊക്കെ വായ്ത്താളം ഇതൊന്നും അല്ലല്ലോ. എന്ത് പറ്റി? തോക്കെടുത്തപ്പോ എന്റെ കൈ മൂന്നുണ്ടാവണുള്ളൂ. ബാക്കിണ്ട ഇനി 14 പേര് എണ്ണയുള്ള. എനിക്ക് ഇനി കാണാതെ പോയ ആരെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ. 3 പേരല്ലടാ. 1, 2, 3. ഇവിടെ തന്നെ 3 പേരുണ്ട്. ഇവിടെ തന്നെ 3 പേരുണ്ട്. പിന്നെ 4 പേര്. 4ാമത്തെ ആള്, 5ാമത്തെ ആള്. 5 പേര് ഡൗൺ ഉണ്ട് ഇവിടെ. 6 ജൂഡ് 7 പേര്. 7 പേര് ഡൗൺ ഉണ്ട്. 7 പേരെന്തോ ഡൗൺ. 7 പേരെന്തോ 7 പേരെന്തോന്നിട്ടില്ലേ. 7 പേര് ഡൗൺ. 7 പേര് ഡൗൺ. എടുക്കണ്ട അപ്പൊ പറയാം. മനസ്സിലായോ? അത്രേ ഉള്ളൂ. അതെ നീ അടിച്ച അടുത്ത 30 മേടിക്കാം. നിന്നെ അതെ ഇവരെ കൊണ്ട് ഈമസ് വരട്ടാണ്. നീ ഇന്നും ഗ്യാങ്കോസി അടിയാലും നിനക്ക് PvP നീ വാ.